ഹലോ എവരിവൺ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ബീഫ് ചില്ലി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് കഴുകിയെടുത്തൊരു 1/2 കിലോ ബീഫിൻ്റെ പീസാണിത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ നല്ലൊരു കുക്കറിലെടുത്തിട്ട് നമുക്ക് ഒരു 90% വരെ വേവിച്ചെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ നേരം വെക്കുമ്പോൾ ഒന്നുകൂടി ഈ ഒരു ഫ്ലഷ് ടെൻഡറാവട്ടോ. നമുക്ക് വേവിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, മുറിച്ചെടുക്കാം. ഈ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ആ സമയം നമുക്കൊരു പ്ലേറ്റിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യുക, കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി ആകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ക്രിസ്പി ആവും. പിന്നെ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർക്കുക. പുളി ഇത്തിരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരും ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാവ് കൂടുതൽ ലൂസാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ച വെള്ളമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തത്, കാരണം മറന്നുപോയതാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ വിചാരിച്ച ഒരു കൺസിസ്റ്റൻസി, അതായത് ഈ ലെവലിലേക്കാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. വേവിച്ച് വെച്ച ബീഫ് നന്നായിട്ട് വെന്തുടയാണ്ട് ശ്രദ്ധിക്കണേ. ഒരു 90% മാത്രമേ വേവ് പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നീളത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ബീഫിൻ്റെ നാര് നീളത്തിലാവാൻ ശ്രദ്ധിക്കുക. അതായത് ലൈന് ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ പൊരിച്ച് കോരുമ്പോൾ വിട്ട് പോരാൻ ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെ വേവിക്കാണ്ട് ഡയറക്റ്റായിട്ട് മസാല തേച്ച് ഫ്രൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാകുമ്പോൾ ഭയങ്കര ഫൈബർ പോലെ ഭയങ്കര കട്ടിയായിരിക്കും. ഇതാകുമ്പോൾ ഉള്ളിലൊരു ജ്യൂസി ആയിരിക്കും, പുറമെ ക്രിസ്പി ആയിരിക്കും. ഇതാ നമുക്ക് നീളത്തിൽ അതിൻ്റെ നാരുകൾ വരുമ്പോഴാണ് ഒന്നുകൂടി നന്നായിരിക്കുക. ഇനി മറ്റേ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർ അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്യുക. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നവർ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ മാവിൽ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആൾറെഡി ബീഫിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ആ മാവിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചൂടുള്ള ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്തിട്ട്, അത് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുക. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് താഴ്ഭാഗം വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇട്ട ഉടനെ വേഗത്തിൽ തന്നെ മറിച്ചിട്ട് കൊടുത്താൽ മാവ് അടർന്ന് പോരുകയും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് താഴ്ഭാഗം നന്നായിട്ട് വെന്ത് മാവ് കംപ്ലീറ്റ് ആയിട്ട് വെന്തു എന്നുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ശേഷം ഇത് വേവുന്ന വീഡിയോ ഞാൻ കുറേ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് വെന്തു എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തു. ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ എണ്ണയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു ബീഫിന്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴാണ് പച്ചമുളക് കരിയാണ്ടിരിക്കുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഫ്രൈ കേട്ടോ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.